ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റിസ്പോസ് കുക്കിംഗ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് പടവലങ്ങ പരിപ്പ് കറി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പരിപ്പാണ്. ഒരു 4-5 ടേബിൾ സ്പൂൺ പരിപ്പ് ഉണ്ടാവും കേട്ടോ ഇത്. പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ കറി വെക്കാനായിട്ട് ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പരിപ്പാണ് നമ്മൾ ആദ്യമായിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പരിപ്പ് കുറച്ച് വേവുള്ളതാണല്ലോ, അപ്പോൾ ഞാനിവിടെ ഒരു 1-1.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. പരിപ്പ് ഞാൻ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടോ. നമുക്കിതിൻ്റെ വേവ് നോക്കാം. പരിപ്പ് ഇതാ ഏകദേശം വേവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളിയും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. കുറച്ച് മസാലകളും ചേർത്ത് കൊടുക്കാം കേട്ടോ. പടവലങ്ങ ഇപ്പോൾ ഇട്ട് കൊടുക്കില്ല കേട്ടോ. ഇത് വേണ്ടതിന് ശേഷമാണ് ഞാൻ പടവലങ്ങ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തേങ്ങ അരച്ച് പാരാനുള്ളത് കൊണ്ടിട്ട് തന്നെ ഇപ്പോൾ ഇത്ര ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ തേങ്ങ അരച്ചതിന് ശേഷം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 പച്ചമുളക് കൂടെ ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടോ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തക്കാളി, ഉള്ളി, പച്ചമുളകൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പടവലങ്ങ ചേർത്ത് കൊടുക്കാം. പടവലങ്ങ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം. ഈ പടവലങ്ങ വേവുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ഞാനൊരു 4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരഞ്ഞ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇതാ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി എന്തായെന്ന് നോക്കാം. അപ്പം നമ്മുടെ പടവലങ്ങയും പരിപ്പും ഒക്കെ ഇതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ നീണ്ട കറി ഇഷ്ടമല്ല, ഒരു കുറുകിയ ലെവലിലുള്ള കറിയാണ് ഇഷ്ടം. അപ്പോൾ അതിനാൽ ഞാൻ വെള്ളം കുറച്ചേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഞാനിത് വെക്കുന്ന സമയത്ത് ഒഴിച്ച് കൊടുത്തിട്ടുള്ള ആ വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് കുറച്ച് ലൂസായ കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഇതാ ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ വെച്ചൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറിയൊക്കെ ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അടുത്ത അടുപ്പിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ കറി ഒന്ന് വറവിടാനായിട്ട് ഞാനിതവിടെ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. പാത്രം ചൂടായാൽ ഇതുപോലെ 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം.
എണ്ണ ചൂടാവുന്ന സമയത്ത് കുറച്ച് കടുക് കൂടെ ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഇതാ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഈ വറ്റൽമുളകൊന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വറ്റൽമുളകൊക്കെ ഇതാ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പടവലങ്ങ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ പടവലങ്ങ പരിപ്പ് കറി ഇതാ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.